Good morning, girls. So, our third chapter is selection and placement of employees. അതിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകേണ്ടത് സെലക്ഷൻ ആണ്. അപ്പോൾ എന്താണ് സെലക്ഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഫ്രം ഓൾ ദ അപ്ലിക്കൻസ്. അതായത് ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻസ് ഫ്രം പ്രോബബിൾ കാൻഡിഡേറ്റ്സ്. ബട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ. ഇപ്പം നമ്മളെ കോളേജിൽ തന്നെ എടുക്കാം, ഒരു വേക്കൻസി വന്നു കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യും, മനസ്സിലായല്ലോ. ആ ഒരു പ്രോസസ്സാണ് ഇൻവൈറ്റിംഗ് ദ അപ്ലിക്കേഷൻ. ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് റിക്രൂട്ട്മെൻറ്റ്. സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാ ഇൻ്റർവ്യൂ വെച്ചിട്ട് അതിൽ നിന്ന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരൊറ്റ ആളെ സെലക്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സെലക്ഷൻ. അപ്പോൾ അതാണ് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും. അപ്പോൾ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് പിക്കിംഗ് എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഫ്രം എ ടോട്ടൽ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് who has applied for the job. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പല ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ എന്താക്കുന്നു, വി ആർ ഡിറ്റർമിനിങ്, അല്ലെങ്കിൽ എത്ര നമ്പറാണോ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരാളാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരൊറ്റ ആളെ ഔട്ട് ഓഫ് ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കൻസിന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എപ്പോഴും ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. എല്ലാവർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമല്ലോ, അതിലാർക്കും ഒരു ഇതില്ല. ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ബട്ട് സെലക്ഷൻ ഇസ് എ നെഗറ്റീവ് പ്രോസസ് ബിക്കോസ് അണ്ടർ ഇറ്റ് എഫേർട്സ് ആർ മെയ്ഡ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് അപ്ലിക്കൻറ്റ്. അപ്പോൾ അതെപ്പോഴും ചോദിക്കാറുണ്ട്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ്സ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ക്വാളിഫൈഡ് ആയിട്ടുള്ള. നേരെ മറിച്ചിട്ട് സെലക്ഷനിൽ നമ്മൾ വി ആർ സെലക്ടിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. അപ്പോൾ അവിടെ ബാക്കിയുള്ള എല്ലാവരെയും റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്, മനസ്സിലായല്ലോ. സോ ദാറ്റ് ഈസ് വൈ സെലക്ഷൻ ഇസ് എ നെഗറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. ഇത് ചിലപ്പം ഞാൻ രണ്ടായിട്ടായിരിക്കും ഇടുക. അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും റിസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷനാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ കോളേജിൽ വേക്കൻസി വന്നാൽ ആദ്യം എന്താക്കും? ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യും. സോ റിസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് പ്രിലിമിനറി ഇൻ്റർവ്യൂ. ദെൻ തേർഡ് സ്റ്റെപ്പ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഇതാക്കുന്നു. ദെൻ ടെസ്റ്റുകൾ നടത്തുന്നു. ഇൻ്റർവ്യൂ, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയും. ദെൻ ചെക്കിംഗ് റെഫറൻസസ്, ദെൻ അപ്രൂവൽ ഓഫ് ദ സൂപ്പർവൈസർ, ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ, ദെൻ ഫൈനൽ സെലക്ഷൻ, ദെൻ പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ. ഓക്കെ, അപ്പം ഇതെല്ലാം ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷനൊക്കെ ഫൈനൽ സെലക്ഷനിൽ ഇട്ട് തന്നതാണ് ഈ ഒരു സ്ലൈഡിൽ. അതുകൊണ്ടാണ് ഇതിൽ കുറഞ്ഞ് കാണുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. അപ്പോൾ സെലക്ഷൻ്റെ ഒരു ഡെഫിനിഷൻ പഠിക്കണം നിങ്ങൾക്ക്. ഇതിൽ പല ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ, സെലക്ഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് കാൻഡിഡേറ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 classes. Those who are to be offered employment and those who are not. സെലക്ഷനിൽ നമ്മൾ എന്തായിട്ടാണ് ചെയ്യുന്നത്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് എംപ്ലോയ്മെൻറ്റ് 2 ക്ലാസ്സസ് ആയിട്ട്, ദോസ് ഹു ആർ ഓഫേർഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ദോസ് ഹു ആർ നോട്ട്. ഓക്കെ, നമ്മൾ ഓരോ സെലക്ഷൻ പ്രോസസ്സ് 1 by 1 ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് റിസീപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻസ്. ആ സ്ലൈഡ് ഇതിലിട്ടിട്ടില്ല കേട്ടോ. അപ്പം ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സെലക്ഷൻ പ്രോസസ്സ്. അതായത് ഇഫ് ദർ ആർ വേക്കൻസീസ് ഇറ്റ് വിൽ ബി നോട്ടിഫൈഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്, നോട്ടീസ് ബോർഡ് എക്സെട്ര. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും, മനസ്സിലായല്ലോ. അപ്പോൾ ദീസ് ആപ്ലിക്കേഷൻസ് ആർ അക്സെപ്റ്റഡ് ടു എ പെർട്ടിക്കുലർ ഡേറ്റ് വിച്ച് ഇസ് നോട്ടിഫൈഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ. അങ്ങനെ ഏത് ഡേറ്റ് വരെയാണോ ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് എ ഡീറ്റെയിൽഡ് സ്ക്രൂട്ടിനി ഓഫ് ദീസ് ആപ്ലിക്കേഷൻസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസിൽ ക്വാളിഫൈഡ് ആവാത്ത ആരെങ്കിലും, ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്ത ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ റിജക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ സ്ക്രൂട്ടിനി ചെയ്യുന്നത്. ഓക്കെ,
ദീസ് ഇൻഫർമേഷൻ ഇസ് ഇൻറ്റിമേറ്റഡ് ടു ദി അപ്ലിക്കൻസ്. അപ്പം ചില കമ്പനീസൊക്കെ അത് ഇൻറ്റിമേറ്റ് ചെയ്യും, അങ്ങനെ റിജക്റ്റ് ചെയ്തവരുടെ ലിസ്റ്റൊക്കെ. ചിലത് നോട്ടീസ് ബോർഡിലിടുമോ ചിലപ്പോൾ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഇൻ സെലക്ഷൻ പ്രോസസ് പ്രിലിമിനറി ഇൻ്റർവ്യൂ. എന്താ ഈ പ്രിലിമിനറി ഇൻ്റർവ്യൂ? ഇതാണ് ബേസിക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോർമലി കണ്ടക്റ്റഡ് ബൈ ദി അസിസ്റ്റൻറ്റ് റിസപ്ഷനിസ്റ്റ് ആൻഡ് സെക്രട്ടറി ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ശരിക്കുള്ള ഇൻ്റർവ്യൂ അല്ല അത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ശരിക്കുള്ള ഇൻ്റർവ്യൂവിലൊരു പാനൽ ഉണ്ടാവും, അവരിരുന്നങ്ങാണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല വരുന്നത്. റിസപ്ഷനിസ്റ്റോ അസിസ്റ്റൻറ്റോ സെക്രട്ടറിയോ ആരെങ്കിലുമൊക്കെയാണ് ചോദിക്കുക. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാം. ഈ പ്രിലിമിനറി ഇൻ്റർവ്യൂവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ to find out whether candidate are fit for the job or not. Okay, but the candidates are asked certain questions about their educational qualification, experience and age. അപ്പോൾ ഇവിടെ നോക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ദ കാൻഡിഡേറ്റ് നോ മോർ അബൌട്ട് ദ കമ്പനി, അതേമാതിരി കണ്ടീഷൻ ഓഫ് വർക്ക് ആൻഡ് സോ ഓൺ. അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റിസപ്ഷനിസ്റ്റ് ആയാലും അസിസ്റ്റൻസ് ആയാലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വെദർ ഹീ ഈസ് ഫിറ്റ് ഫോർ ദ ജോബ്, ആ കമ്പനിയിലെ ജോലിക്ക് അയാൾ ഫിറ്റാണോ എന്നുള്ളത് അറിയലാണ്. അപ്പം ജനറലി മച്ച് ടൈം ഇസ് നോട്ട് സ്പെൻഡിങ് ഓൺ പ്രിലിമിനറി ഇൻ്റർവ്യൂ. ചില കമ്പനിയിൽ ഈ പ്രിലിമിനറി ഇൻ്റർവ്യൂ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ഇസ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം. ബ്ലാങ്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്ലിക്കൻസ് വെർ സെലക്റ്റഡ് അറ്റ് പ്രിലിമിനറി ഇൻ്റർവ്യൂ are given blank application form. They are required to fill the application form in their own ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഈ പ്രിലിമിനറി ഇൻ്റർവ്യൂവിൽ ക്വാളിഫിക്കേഷൻസ് നോക്കി നമ്മൾ ഫിറ്റാണോ നോക്കി, എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും, കമ്പനി ബ്ലാങ്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് ഇവർ കൊടുത്തോളണം അവിടെ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ പ്രിൻറ്റഡ് ആപ്ലിക്കേഷൻ ഫോം യൂസ് ടു കളക്ട് ദ ഇൻഡിവിജ്വൽ ബയോഡാറ്റ ഓഫ് ദി കാൻഡിഡേറ്റ്. അപ്പം സാധാരണ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അഡ്രസ്, മെറിറ്റൽ സ്റ്റേറ്റസ്, ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത്, ഡിഫക്റ്റ്, എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ടാവും, ബയോഡാറ്റയാണ്. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എഴുതിയിരിക്കണം. അതായത് എന്തൊക്കെയാണ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിച്ചിട്ടുള്ളത്, മാർക്ക് ഒബ്റ്റെയിൻ, ഡിസ്റ്റിങ്ഷൻ, ദെൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഏതൊക്കെ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ഏതാണെന്നുള്ളതൊക്കെ. ഓക്കെ, ദെൻ യു ഹവ് ടു ഷോ വർക്ക് എക്സ്പീരിയൻസ്. പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം. സാലറി റിസീവ്ഡ് എത്രയാണെന്ന് കാണിക്കാം. നെയിം ഓഫ് പ്രീവിയസ് എംപ്ലോയർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളെ പറ്റി അറിയണമെന്ന് വെച്ചാൽ അവരെ വിളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. റീസൺസ് ഫോർ ലീവിങ് ദ ജോബ് എക്സെട്ര. ദെൻ അഗെയിൻ യു ഹവ് ടു ഷോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. നിങ്ങൾ വല്ല NCC, NSS, സ്പോർട്സ് ആൻഡ് ഗെയിംസിലൊക്കെ ഉള്ള ആളുകളാണോ? അതുമാതിരി എക്സ്പെക്റ്റഡ് സാലറി, ഇനി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ കമ്പനിയിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് നിങ്ങളെ എക്സ്പെക്റ്റഡ് സാലറി. ദെൻ ലാസ്റ്റ് റെഫറൻസസ്. എല്ലാ ആപ്ലിക്കേഷൻ ഫോമിലും നിർബന്ധമായിട്ടും ഈ റെഫറൻസ് ഉണ്ടാവും. ഈ റെഫറൻസിൽ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും റെസ്പെക്റ്റഡ് പേഴ്സൻ്റെ നെയിം ഇൻ എസ് ഏരിയ ഫോർ റെഫറൻസ്. അതായത് ഇപ്പോൾ കോളേജിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ, നല്ല നല്ലതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആരെയാണോ നിങ്ങൾ റെഫറൻസായി വെക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ പോകുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ പേരായിരിക്കാം റെഫറൻസായി കൊടുക്കുന്നത്, ചിലപ്പോൾ നിങ്ങളെ വേറെ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിലെ എംപ്ലോയറുടെ പേരാവാം. അപ്പോൾ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് റെഫറൻസ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, ദ കമ്പനി ക്യാൻ എൻക്വയർ അബൌട്ട് ദ കാൻഡിഡേറ്റ് ക്യാരക്ടർ ഫ്രം ദീസ് പേഴ്സൺസ്. അത്ര മാത്രമേ അതിൻ്റെ ലക്ഷ്യമുള്ളൂ. ദെൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നതെന്നറിയാം, കുറേ സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തും. അതായത് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആഫ്റ്റർ പ്രിലിമിനറി ഇൻ്റർവ്യൂ ദ കാൻഡിഡേറ്റ്സ് ആർ ആസ്ക്ഡ് ടു അപ്പിയർ ഫോർ സെലക്ഷൻ ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ട് ഈ സെലക്ഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ ടു എക്സാമിൻ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ to know the capabilities and knowledge of the candidate, the pattern of interest, skill and aptitude of an individual in terms of job specification. To also provide a systematic basis for comparing the behavioral performance and attitude of
ടു ഓർ മോർ പേഴ്സൺസ്. പല പല ടെസ്റ്റുകൾ നടത്തും. ഈ ടെസ്റ്റിൽ നമുക്ക് ഓരോ വ്യക്തിൻ്റെ സ്വഭാവം, അവരെത്രത്തോളം ആപ്റ്റാണ് ഈ ജോലിക്ക്, അവരുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, അതേമാതിരി ഇപ്പം ഒരു 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ ആ 10 പേരുടെയും സ്വഭാവങ്ങൾ കമ്പയർ ചെയ്ത് ആരാ നല്ലതെന്നൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് ആർ ഡിവൈസസ് ടു ചെക്ക് ദ area of knowledge of candidate for the respective job. These tests enable the management to bring out the right person for the job. ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ നോക്കാം. ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി, അച്ചീവ്മെൻറ്റ്, സിമുലേഷൻ, അസസ്മെൻറ്റ്, ജിയോഗ്രഫി, പോളിഗ്രാഫ്, ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം കുറച്ച് ടെസ്റ്റുകൾ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ്റലിജൻസ് ടെസ്റ്റ്. എന്താണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്? IQ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു മെഷർ ദി ഓവറോൾ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അതായത് ഇറ്റ് യൂസസ് ടു അസസ് കാൻഡിഡേറ്റ്സ് മെൻ്റൽ പവേഴ്സ്, to understand, grasp and appreciate, ability to judge and make decision. എത്രത്തോളം ഇൻ്റലക്ച്വൽ ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഏതെന്ന് പറയുന്നത്, ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ദർ ആർ മെനി വെർബൽ ആൻഡ് നോൺ വെർബൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് മെയ്ഡ് ബൈ മെനി സൈക്കോളജിസ്റ്റ് ഫോർ ഡിഫറെൻറ്റ് ജോബ്. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോണത് ഏതാണെന്ന് അറിയാം. ഫസ്റ്റ് നോക്കാൻ പോണത് ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ട് അറിയാം? ദീസ് ആർ യൂസ് ടു മെഷർ ദ കാൻഡിഡേറ്റ്സ് മെൻ്റൽ എബിലിറ്റീസ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ ട്രേറ്റ് ഓഫ് മൈൻഡ് ബട്ട് ദ ഹോൾ ട്രേറ്റ്സ് ലൈക്ക് മെമ്മറി, റീസണിങ്, പെർസെപ്ഷൻ, കമ്മ്യൂണിക്കേഷൻ, റിയാക്ഷൻ ടു സിറ്റുവേഷൻ, കറേജ്, സെൽഫ് കോൺഫിഡൻസ് എക്സെട്ര. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ സെലക്ടിങ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പേഴ്സണൽ അറ്റ് എൻട്രി ലെവൽ. അപ്പോൾ അവർ യൂഷ്വലി അവരൊക്കെയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, അതിൽ ഇൻ്റലിജൻസ് കോഷ്യൻറ്റും ഇമോഷണൽ കോഷ്യൻറ്റും ആണ് മെഷർ ചെയ്യുന്നത്. എന്താ ഇൻ്റലിജൻസ് കോഷ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വാല്യുബിൾ ക്രൈറ്റീരിയ ടു സെറ്റ് ദ ഇൻ്റലിജൻസ് ഓഫ് ദി കാൻഡിഡേറ്റ്. ഓക്കെ, അപ്പോൾ ഹയർ ദ IQ സ്കോർ ഹയർ ഇസ് ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇമോഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമോഷണൽ ക്വസ്റ്റ്യൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വാല്യുബിൾ ക്രൈറ്റീരിയൻ ഫോർ സെലക്ഷൻ ഓഫ് മിഡിൽ ആൻഡ് സീനിയർ ലെവൽ മാനേജേഴ്സ്. EQ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കീ ഫാക്ടർ കൺസിഡേർഡ് ഇൻ പ്രൊമോഷൻ. ദർ ആർ 3 എസെൻഷ്യൽ ഓർ ബേസിക് കോമ്പണൻസ് ഇൻ EQ: മോട്ടിവേറ്റ് വൺ സെൽഫ്, മോട്ടിവേറ്റ് അതേഴ്സ് ആൻഡ് എംപത്തൈസിങ് വിത്ത് അതേഴ്സ്. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇമോഷണൽ ക്വസ്റ്റ്യൻറ്റ് നോക്കുക. അപ്പോൾ മോട്ടിവേറ്റിംഗ് വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് അവർ ഓൺ ഫീലിങ്സ് ആൻഡ് thoughts help us to remain in control and also inspire ourselves. അതേപോലെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം, ബാക്കിയുള്ളവർ എംപത്തി തോന്നുന്ന രീതിയിലുള്ള ആളായിരിക്കണം. അപ്പോൾ എംപത്തി ഫോർ ഫീലിങ്സ് ഓഫ് അതേഴ്സ് ആൻഡ് ദ റെഗുലേഷൻ ഓഫ് ഇമോഷൻ ഇൻ എ വേ ദാറ്റ് എൻഹാൻസസ് ലിവിങ്. അപ്പോൾ IQ alone is not sufficient for job success, ബട്ട് ഏതും കൂടെ വേണമെന്നാണ് പറയുന്നത്, ഇമോഷണൽ മെച്യൂരിറ്റി ഇസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നും കൂടെ വരുന്നുണ്ട്. അതിൽ സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് പറയും. ഇൻ്റലിജൻസ് ടെസ്റ്റിൽ വരുന്നത് തന്നെയാണ് സ്പിരിച്വൽ. ആഫ്റ്റർ IQ ആൻഡ് EQ ഇറ്റ് ഈസ് നൗ ടു ടേൺ ഓഫ് സ്പിരിച്വൽ കോഷ്യൻ്റ്. ഇപ്പോൾ നവഡേയ്സ് ഓർഗനൈസേഷൻസ് ആർ കണ്ടക്ടിങ് സ്പിരിച്വൽ അവേക്കനിങ് പ്രോഗ്രാംസ്, അതായത് റിട്രീറ്റ്, സോഷ്യൽ സെർച്ചിങ് ക്യാമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസ് റിവീൽസ് ദാറ്റ് worship for the spiritual development of employees. It reveals that organizations which are perceived as more spiritual are also more profitable. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻസ് എന്താക്കുന്നത്, ഈ സ്പിരിച്വൽ കോഷ്യൻ്റ് നോക്കുന്നത്. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് IQ മെഷേഴ്സ് rational intelligence, the skill we use to solve strategic and logical problems. അപ്പോൾ IQ results were considered as the best measurement of person's smartness and potential of success. നേരെ മറിച്ചിട്ട് EQ എന്ന് പറഞ്ഞാൽ എന്താണ്, സക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇമോഷണൽ ഇൻ്റലിജൻസ് ഓഫ് പേഴ്സൺസ്. SQ is related with the development of our longings and capacity for meaning,
വിഷൻ ആൻഡ് വാല്യൂ. അപ്പോൾ സീനിയർ മാനേജേഴ്സ് റിക്വയർ മോർ SQ ഇൻ അഡീഷൻ ടു IQ ആൻഡ് EQ ബിക്കോസ് ജോബ്സ് റിക്വയർ ക്രിയേറ്റീവ് ഇൻസൈറ്റ് ആൻഡ് കൺസേൺ ഫോർ എത്തിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലാർജർ ഇഷ്യൂസ്. പിന്നെ രണ്ടാമത് വരുന്നൊരു ടെസ്റ്റാണ് ട്രേഡ് ടെസ്റ്റ് എന്ന് പറയും. ട്രേഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ദീസ് ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് മെയിൻലി ടു നോ ദ നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ദ ട്രേഡ്. ഏതിലേക്കാണോ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പോണത് ആ ട്രേഡിൻ്റെ ഇതിലറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കഴിവ്. ഓക്കെ, കാരണം ആരാണ് ബ്ലഫേഴ്സ് ഉള്ളത്. നിങ്ങൾക്ക് ശരിക്കും ഒരു കഴിവില്ലാണ്ട് നിങ്ങൾ പറയാൻ പോയിട്ട്, ഇപ്പോൾ കമ്പ്യൂട്ടർ ഒന്നും അറിയാത്ത ഒരാൾ പറയാം എനിക്ക് കമ്പ്യൂട്ടറിലെല്ലാം ചെയ്യാൻ പറ്റും, വേർഡ് പഠിച്ചതാണ്, എക്സൽ പഠിച്ചതാണെന്നൊക്കെ വെറുതെ അങ്ങോട്ട് വിട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ബ്ലഫേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രേഡ് ടെസ്റ്റ് നടത്തുക. ബ്ലഫേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ക്ലെയിം ദാറ്റ് ദേ ഹാവ് ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ട്രേഡ് ബട്ട് ആക്ച്വലി ദേ ഹാവ് നോട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് ടെസ്റ്റ് നടത്തുന്നത്. മൂന്നാമത് വരുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു മെഷർ ദ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ദിയർ കപ്പാസിറ്റി ടു ലേൺ ദ സ്കിൽസ് റിക്വയർഡ് ഫോർ എ പെർട്ടിക്കുലർ ജോബ്. അറിയുന്നില്ലെങ്കിലും നമ്മൾ പഠിച്ചെടുക്കുമല്ലോ ചില കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് അതറിയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് മെഷേഴ്സ് ആൻ അപ്ലിക്കൻസ് കപ്പാസിറ്റി ആൻഡ് ഇസ് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ദീസ് ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ടു നോ ദ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയീസ്. അവർക്ക് എത്രത്തോളം അതിൽ താല്പര്യമുണ്ട്. ഹിയർ കാൻഡിഡേറ്റ്സ് ആർ ഗിവൺ ദ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി having different types of interest pattern and they are asked to mark an inventory in which they are interested. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് കുറേ നിങ്ങളെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ അപ്പോയിൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കോളേജിൽ തന്നെ ടീച്ചേഴ്സിന് എടുക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് ഏത് സബ്ജക്റ്റിനോടാണ് താല്പര്യമുള്ളത് നോക്കും. അപ്പോൾ ആ താല്പര്യത്തിനനുസരിച്ചിട്ട് അവർക്ക് സബ്ജക്റ്റ് അലോട്ട് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ദെൻ ചെക്ക്ഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഇസ് അസർടൈൻഡ്. ഓക്കെ, ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് വരും. പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇസ് ടെസ്റ്റഡ്. അതായത് എ ക്വസ്റ്റ്യൻ ഇസ് ഗിവൺ ടു ദി അപ്ലിക്കൻസ് വിച്ച് കണ്ടെയ്ൻസ് വേരിയസ് ക്വസ്റ്റ്യൻസ് ഓൺ ബിഹേവിയറൽ ആസ്പെക്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതായത് യൂഷ്വലി പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ സിമുലേഷൻ ടെസ്റ്റ് പറയുന്നുണ്ട്, അസസ്മെൻറ്റ് ടെസ്റ്റ് പറയുന്നുണ്ട്, അതേപോലെ ജോഗ്രഫി ടെസ്റ്റ്, പോളിഗ്രാഫ്, ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓർഗനൈസേഷൻസിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. സാധാരണഗതിയിൽ നിങ്ങൾ ഇത്ര വരെ എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ എഴുതി വെക്കുക. നമ്മൾ അടുത്തത് വരുന്നത് ഈ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സെലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏതൊക്കെയാവാം? റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. എന്താ റിലയബിലിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദ ടെസ്റ്റ് എബിലിറ്റി ടു ടെസ്റ്റ് ടു ഗിവ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദ പ്രൊസീജിയർ ഓഫ് അഡ്മിനിസ്ട്രിങ് ആൻഡ് സ്കോറിംഗ് ദ ടെസ്റ്റ് റിസൾട്ട്. അതായത് ഇവിടെ പറയുന്നതാണ് ഇഫ് ആൻ ഇൻഡിവിജ്വൽ സ്കോർ എ മാർക്ക് സെ 5 ഇൻ എ ടെസ്റ്റ് one day and the same person score a mark of 10 in the next day on the same test, the test has no reliability. So test which produces very little variation in results is useful in selection. അപ്പോൾ ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. രണ്ട്, വാലിഡിറ്റി, ദ ഡിഗ്രി ടു വിച്ച് ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു മെഷർ. അപ്പോൾ വാലിഡിറ്റി ഓഫ് ടെസ്റ്റ് ഹെൽപ്പ് us to predict whether a person will be successful or not in a job. Then objectivity, അതായത് two or more people can interpret the result of the same test and derive the same result. If it is so, the test is said to be objective. അപ്പം പിന്നെ സ്റ്റാൻഡർഡൈസേഷനാണ് പറയുന്നത്. ദ പേർപ്പസ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഇസ് ടു ഒബ്റ്റെയിൻ സ്റ്റാൻഡേർഡ്സ്. എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് സ്കോർ ആർ കമ്പയറബിൾ. അല്ല, ഒരു സ്റ്റാൻഡേർഡൈസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു യാഡ് സ്റ്റിക്കോട് കൂടിയിട്ടായിരിക്കണം, എന്നാലേ അത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളത് വരുന്നത് ഓരോന്നും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതിലൊക്കെ തന്നെ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും അധികം ആവശ്യമില്ലാത്തതായതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്.
എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോവാം. അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ എന്താ വരുന്നത്? ദീസ് ആർ ഡിസൈൻ ടു മെഷർ വാട്ട് ദി അപ്ലിക്കൻറ്റ് ക്യാൻ ഡു ഓൺ ദ ജോബ് കറൻ്റ്ലി. ഓക്കെ, അതായത് ദ വർക്ക് സാമ്പിൾ ടെസ്റ്റാണ്. അതായത് ഇപ്പോൾ അയാൾക്ക് എന്തൊക്കെ അറിയാമെന്ന് പറയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ്. സിമുലേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ ടു ഫേസ് വേരിയസ് പ്രോബ്ലംസ് വൈൽ അറ്റ് വർക്ക്. അതായത് ഹയറിങ് എന്തൊക്കെയാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അവരുടെ പ്രശ്നങ്ങളൊക്കെ, അവരെന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഗ്രാഫോളജി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദീസ് ടെസ്റ്റ് ഇൻവോൾവ് യൂസിങ് എ ട്രെയിൻഡ് ഇവാലുവേറ്റർ ടു ഫ്ലറിഷ് എ പേഴ്സൺസ് ഹാൻഡ് റൈറ്റിംഗ് ടു അസസ് പേഴ്സൺസ് പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷണൽ മേക്കപ്പ്. ഇതിന് വേണ്ടിയിട്ടാണ് ഗ്രാഫോളജി ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഡിസൈൻ ടു മെഷർ എംപ്ലോയീസ് ഹോണസ്റ്റ്ലി ടു പ്രിഡിക്റ്റ് ദോസ് ഹു ആർ മോർ ലൈക്ലി ടു സ്റ്റീൽ ഫ്രം എൻ എംപ്ലോയർ and otherwise act in a manner unacceptable to the organization. In it, many yes or no type questions are asked. Integrity അറിയാൻ വേണ്ടി